രാഹുൽ മങ്കൂട്ടത്തിൽ എം.എൽ.എ രാജിവെക്കാൻ നിർവാഹമില്ല എന്ന അവസ്ഥയിലെത്തി. കോൺഗ്രസിൽ നിന്ന് തന്നെ ഭൂരിപക്ഷം നേതാക്കളും രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും രാജി ആവശ്യപ്പെട്ടു. രാജിവെച്ചില്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിലിനെ പുറത്താക്കണമെന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിനോടും കെ.പി.സി.സി അധ്യക്ഷനോടും ആവശ്യപ്പെട്ടു. രാജി വേണമെന്നാണ് പാർട്ടിയിലെ വനിതാ നേതാക്കളുടെയും നിലപാട്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചു നേരം മുമ്പ് മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ട്രാൻസ്വുമൺ അവന്തികയുമായുള്ള ഒരു സംഭാഷണം പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കേൾപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ രാഹുൽ രാജിവെക്കുമോ എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ രാഹുൽ രാജിവെക്കാതെ മറ്റ് നിർവാഹമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിൽ നിന്ന് തന്നെ ഭൂരിപക്ഷം നേതാക്കളും രാഹുലിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വി.ഡി. സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തല അടക്കം എല്ലാവരും രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, വൈകിട്ടോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരണം നടത്താൻ വരുമ്പോൾ താൻ രാജിവെക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടു. പക്ഷേ അത് തനിക്കെതിരെ ഉയർന്നു വന്ന ഒരുപാട് ആരോപണങ്ങളിൽ ഒരു ആരോപണത്തിന് വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. രാജിവെക്കുന്നതിന്റെ ഒരു സൂചനയും അതിൽ ഒരു പ്രതികരണവും നടത്താതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങി. അതിനുശേഷം ഇപ്പോൾ നിലവിൽ അടൂരിലെ തന്റെ വീട്ടിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ എം.എൽ.എ വാഹനത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ യാത്രയിലാണ്. തിരുവനന്തപുരത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് എന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല, നേതൃത്വം രാജി വെയ്പ്പിക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നേരിട്ട് തലസ്ഥാനത്തെത്തി കെ.പി.സി.സിയിലെത്തി രാജി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉണ്ടാകും. തിരുവനന്തപുരത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അത് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഇപ്പോൾ യാത്രയിലാണ് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ വിമർശനങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാഹുൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ട്രാൻസ്ജെൻഡർ വുമൺ അവന്തിക നടത്തിയ ആരോപണത്തിൽ മേൽ വിശദീകരണം നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും അവന്തിക രാഹുലിനെതിരെ ഉയർത്തിയ ആരോപണത്തിൽ തന്നെ ന്യായീകരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിലൊരു മാധ്യമപ്രവർത്തകൻ അവന്തികയോട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തുവിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഉയരുന്നുണ്ട് എന്നതിന്റെ ചില സൂചനകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗർഭചിത്രം അടക്കമുള്ള മറ്റ് ആരോപണങ്ങളിൽ ഒരു വിശദീകരണം നൽകാനോ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. മറ്റ് ചോദ്യങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയില്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും പറയുന്നു, പ്രവർത്തകരെ സമ്മർദ്ദത്തിലാക്കാൻ, തന്നെ സ്നേഹിച്ചവരെ, തന്നെ പിന്തുണച്ചവരെ, തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സമ്മർദ്ദത്തിലാക്കാൻ താൻ തയ്യാറല്ല എന്ന് ഈ പ്രതികരണത്തിലുടനീളം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാവിലെ മുതൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമ്മൾ കേട്ടു. അതിലൊക്കെ തന്നെ രാഹുലിന്റെ രാജി അത് നേതൃത്വം ചോദിച്ചു വാങ്ങിക്കുമെന്നതിന്റെ സൂചനകളാണ് എല്ലാവരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലായാലും തൊട്ട് മുൻപ് ഡൽഹിയിൽ കെ.സി. വേണുഗോപാൽ പ്രതികരിക്കുമ്പോഴായാലും ആ സൂചനകളാണ് അവർ ഉടനീളം നൽകിയിട്ടുണ്ടായിരുന്നത്. കുറച്ചു മുമ്പ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആലുവയിൽ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രതികരണവും നടത്താതെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനൊക്കെ പോയിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഒക്കെ സമീപനങ്ങളിൽ നിന്ന് നടപടി അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിന്റെ തീരുമാനം അത് അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ ഇവരൊക്കെ തന്നെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ നിന്നും സംസ്ഥാന നേതൃത്വം തന്നെ ആ തീരുമാനം അറിയിക്കും എന്നത് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ആരോപണങ്ങളുടെ പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം 24 മണിക്കൂറിനുള്ളിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റെന്തെങ്കിലും നടപടി ഉണ്ടാകുമെങ്കിൽ അത് ഉടനെ ഉണ്ടാകും. അതെടുക്കാൻ നേതൃത്വത്തിനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ഈ വിഷയത്തിൽ അത് ഉടൻ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കെ.സി. പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തേക്കാണ് എന്നതിന്റെ സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എം.എൽ.എ രാജി അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ തന്നെയായിരിക്കും രാഹുൽ തലസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇത്രയും ദിവസം ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറത്തേക്ക് ഇറങ്ങാതിരുന്ന, വീടിന് പുറത്തേക്ക് പോലും
ഇറങ്ങാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഈ അവസ്ഥയിൽ തലസ്ഥാനത്തേക്കാണ് വരുന്നതെങ്കിൽ അത് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തന്നെയാണ്. ഇനി കോൺഗ്രസിൽ നിന്ന് അടക്കം രാഹുലിനെ പുറത്താക്കുന്ന തരത്തിൽ കർശനമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും MLA സ്ഥാനം രാഹുൽ രാജിവെക്കില്ല. രാഹുലിനെ നിന്ന് വെയ്പ്പിക്കാനുള്ള തീരുമാനം നേതൃത്വത്തിനകത്ത് ഉണ്ടായി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ സമയം അറിയാൻ സാധിക്കുന്നത്. ദീപ്തി, തീർച്ചയായും സൂര്യ, ഈ സ്വമേധ്യ രാഹുൽ രാജിവെക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം സ്വമേധ്യ രാജിവെക്കില്ല, എന്നാൽ ഈ ഒരു പാർട്ടിനെ ഇത്രത്തോളം പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ നേതാക്കളടക്കം, മുതിർന്ന നേതാക്കളടക്കം രാഹുലിനെ കൈയൊഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാഹുലിനോട് ഇപ്പോൾ നേരത്തെ സൂര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിനോട് രാജി ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നിർബന്ധിച്ച് രാജി തന്നെ ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. അതല്ലെങ്കിൽ പാർട്ടി തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും രാഹുൽ രാജിവെക്കും, അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാൻ ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ദീപ്തി, വലിയ പ്രതിരോധത്തിൽ പാർട്ടി ആയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇന്ന് MLA സ്ഥാനം രാജിവെപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ നേതൃത്വത്തിന് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന, LDFനെതിരെ അടക്കം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമായിട്ട് അത് മാറും. കാരണം നിങ്ങൾ എടുത്തതുപോലെ ഉള്ള നടപടി അല്ല ഞങ്ങൾ എടുത്തിരിക്കുന്നത് എന്ന തരത്തിൽ രാഹുലിൻ്റെ രാജി അത് ഒരു ആയുധമാക്കി തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പ്രചാരണം നടത്താൻ പാർട്ടിക്ക് കഴിയുമെന്നുള്ള വിലയിരുത്തൽ അത് നേതൃത്വത്തിനകത്ത് ഇതിനു മുമ്പ് തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും സ്വന്തമായിട്ട് രാഹുലിനോട് രാജി പ്രഖ്യാപിക്കാൻ പറഞ്ഞ് ഒരു രക്തസാക്ഷി പരിവേഷം കൊടുക്കുന്നതിനേക്കാൾ നേതൃത്വം തന്നെ നേരിട്ട് രാജി വെപ്പിക്കുന്നത് അത് പാർട്ടിക്ക് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പാർട്ടിക്ക് നേരിടേണ്ടതായിട്ട് വന്ന വലിയ പ്രതിരോധങ്ങളെ മറികടക്കാൻ ആ നീക്കത്തിന് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ ഉണ്ട്. ഒരു പക്ഷേ ആ തീരുമാനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം രാഹുൽ തന്നെ നേരിട്ടൊരു രാജ്യപ്രഖ്യാപനം നടത്താതെ തൻ്റെ നേരെ ഉയർന്ന ഒരു ആരോപണത്തിൽ വിശദീകരണം മാത്രം നൽകി ഇന്നിപ്പോൾ പ്രതികരണം നടത്തി മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ഒരു തീരുമാനം, ഒരു അന്തിമ തീരുമാനം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് രാഹുലിന്റെ രാജി ചോദിച്ച് വാങ്ങിക്കൽ നടപടി തന്നെ ആയിരിക്കുമെന്നുള്ളതാണ്. മുതിർന്ന നേതാക്കളൊന്നും തന്നെ ഇപ്പോൾ ഈ സമയങ്ങളിൽ പ്രതികരണം നടത്താൻ തയ്യാറാകുന്നില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രതിരോധത്തിൽ നിന്ന് മറികടക്കണമെങ്കിൽ രാഹുലിന്റെ MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്നുള്ള തീരുമാനം അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ കൈയൊഴിഞ്ഞതോടെ അത്തരത്തിൽ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു. നേതൃത്വത്തിനകത്തെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാഹുലിന്റെ രാജി വേണം എന്നുള്ളൊരു ഒരു ഉറച്ച ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജി അല്ലാതെ മറ്റൊരു പോംവഴിയും ഈ വിഷയത്തിൽ നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. രാഹുൽ കുറച്ച് മുമ്പ്, അതായത് നിലവിൽ മാധ്യമങ്ങളോട് തന്നെ അധികം പ്രതികരണം നടത്താത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് രാഹുൽ ഗാന്ധിയെ പരാമർശിച്ചുകൊണ്ട്, എന്നാൽ തന്നെ വായിക്കാൻ തക്ക ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിരിക്കുന്നത്. പക്ഷേ രാജ്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി പോരാടുന്നത് അത് തൻ്റെ പേരുകൂടി അതിൽ വരുത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ വായിച്ചെടുക്കുന്നവർക്ക് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം പറയുന്നതാണ് എന്ന തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് പാർട്ടിക്ക് വേണ്ടി തനിക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നു എന്ന സൂചന നൽകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളും അത് വിപരീത തലങ്ങളിൽ നിൽക്കുന്ന വിഷയങ്ങളാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ സ്വയം ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് പ്രതികരണം നടത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അടക്കം അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ നിരത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ഒരു രാജ്യപ്രഖ്യാപനം നടത്താനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല ഈ മണിക്കൂറുകളിൽ. അങ്ങനെയായിരുന്നെങ്കിൽ മാധ്യമങ്ങളെ നേരത്തെ കാണുന്ന സമയത്ത് തന്നെ ഒരു പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുമായിരുന്നു. ഉടനെ അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ അടൂരിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തലസ്ഥാനത്തേക്കാണ് വരുന്നതെങ്കിൽ ഈ രാജി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം നേതൃത്വം എടുത്തിട്ടുണ്ട്. അത് പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും വരുന്നത് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അതിൻ്റെയൊക്കെ കൂടുതൽ വ്യക്തത വരാനുണ്ട്. എന്തായാലും ഒരു തീരുമാനം അത് നേതൃത്വത്തിനകത്ത് രാഹുലിന്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അതൊരിക്കലും രാഹുലിനെ സംരക്ഷിച്ചു നിർത്തുന്ന
തീരുമാനം ആയിരിക്കില്ല നേതൃത്വം എടുക്കുന്നത് എന്നതിന്റെ സൂചന ലഭിക്കുന്നത്. അങ്ങനെ സംരക്ഷിച്ച് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടെ നിർത്തുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ദോഷം മാത്രമേ ഉണ്ടാക്കൂ. പാർട്ടിക്ക് അകത്ത് തന്നെ ഇപ്പോഴേ ഗ്രൂപ്പ് പോരുകൾ രാഹുലിനെ തുടർന്ന് ഉണ്ടായിക്കഴിഞ്ഞു. വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ പൂർണ്ണമായിട്ടും പിന്തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ സംരക്ഷിച്ച് നിർത്തുന്ന തീരുമാനത്തിനപ്പുറം രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനവും നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിനകത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലൊക്കെ രാഹുലിനെ ഒപ്പം നിർത്തുന്ന ചില പ്രതികരണങ്ങൾ നടത്തിയെങ്കിൽ കൂടിയും ആകെ എല്ലാ തരത്തിലും നോക്കുമ്പോൾ മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേതൃത്വം ഈ വിഷയത്തിൽ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് വെപ്പിപ്പിക്കുക എന്ന നടപടി ആയിരിക്കും നേതൃത്വം എടുക്കുക എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിന്റെയൊക്കെ കൂടുതൽ വ്യക്തത വരാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പ്രതികരണം വരുന്നുണ്ട്. നമുക്കത് കണ്ടതിന് ശേഷം മടങ്ങിയെത്താം.